ഹലോ ഹലോ എടാ നീ എവിടെ എത്തി? ഞാൻ ഓഫീസ് ഇറങ്ങി, പക്ഷെ ഒരു ഫ്രണ്ടിനെയും കാത്തുക. നീ വരാതെ ഞാനെങ്ങനെ ഫ്ലാറ്റിലേക്ക് പോകും? നമുക്ക് വൈകുന്നേരത്തെ പാർട്ടി പ്ലാൻ ചെയ്യണ്ടേ? നിന്റെ കാർ ഇതൊരു സർവീസ് ചെയ്ത് കിട്ടിയില്ലേ? അത് നാളെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞേ. ഞാൻ ആ എക്സീവ് എടുക്കാൻ പോവാ. അതാകുമ്പോൾ ഓൺ റോഡ് ഒരു 10 lakhs കിട്ടും. 6 മാസം കൊണ്ട് കാർ മാറ്റാൻ പോണു നീ. നിന്റെ കയ്യിൽ ഇഷ്ടംപോലെ പൈസ ഉണ്ടല്ലോ. നീ ഏതായാലും കുറച്ച് വെയിറ്റ് ചെയ്യ്, ഞാൻ അങ്ങോട്ട് എത്താം. ഓക്കെ, ഞാൻ സമീറിൻ്റെ കഫേ കാണും. ശരി. മോശം. ടോണി, ലിഫ്റ്റിലായിരുന്നു. പറയ് മോനെ, ഇന്ന് വൈകിട്ടെത്തൂലേ? പിന്നെ നിന്റെ പാട്ടിക്ക് അതതിരിക്കോ? അതും പ്രൊമോഷൻ കിട്ടിയതിന്റെ. അല്ല, എന്താ പരിപാടി? അടിയോടടി, അല്ലാതെ എന്ത്? ആഹാ, പിന്നെ മറ്റേ ചിക്സ് എത്തോ? പിന്നില്ല. എന്റെ പൊന്നു മോനെ താത്തി. അപ്പൊ ശരി, കാണാം. എക്സ്ക്യൂസ് മീ, ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഈ റോഡ് ക്രോസ് ചെയ്യാൻ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യൂ? ഓക്കെ. എന്നും ജോണിച്ചേട്ടൻ എന്നെ ബോട്ട് കെട്ടിയവരെ കൊണ്ടാക്കാറ്. അനിയൻ വന്നു കഴിയുമ്പോൾ ഞങ്ങൾ ബോട്ട് കയറി പോകും. ഇന്ന് പക്ഷേ ജോണിച്ചേട്ടൻ വന്നില്ല. ഇഫ് യു ഡോണ്ട് മൈൻഡ്, എന്നെ ഒന്ന് ബോട്ട് കെട്ടിയവരെ കൊണ്ടാക്കോ? ഹലോ ഹലോ എന്താ പേര്? ടോണി. ടോണി. ഞാൻ പീറ്റർ. ഹലോ ഹലോ എടാ, ഞാൻ ഈ ബോട്ട് ചെട്ടിയിലുണ്ട്. ആ, ഇങ്ങോട്ട് വന്നാൽ മതി. ഓക്കെ. ടോണി എന്ന് പറയുമ്പോൾ ക്രിസ്ത്യൻ? അതെ. റോമൻ കാത്തലിക്? യെസ്. നാട് എവിടെയാ? കുമ്പനാട്. അപ്പോൾ സെൻറ്റ് ജോർജ് പള്ളിയായിരിക്കും ഇടവക. ഞാൻ കാത്തലിക് യൂത്ത് മൂവ്മെൻറ്റിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. സംഘടനയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഞാൻ നിങ്ങളുടെ ഇടവകയിൽ വന്നിട്ടുണ്ട്. ലാസ്റ്റ് ഇയർ ഐ മെറ്റ് ആൻ ആക്സിഡൻറ്റ്. അതിലെനിക്ക് എൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. ആ, സാരമില്ല. ഈശോ എത്രയോ അന്ധന്മാരെ സുഖപ്പെടുത്തി, എത്രയോ കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ എൻ്റെ ഈശോ എന്നെയും സുഖപ്പെടുത്തും. പ്രൈസ് ദ ലോർഡ്. അല്ല, ആരാ ഇപ്പോഴത്തെ നിങ്ങളുടെ വികാരിയച്ഛൻ? ആർക്കറിയാം, ഞാനങ്ങനെ പള്ളിയിലൊന്നും പോകാറില്ല. ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുന്നവരെ മനുഷ്യനൊരു പള്ളിയും വേണ്ട, പുണ്യാളനും വേണ്ട. എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലോ പള്ളിയായ പള്ളികൾ കയറി ഇറങ്ങുകയും ചെയ്യും. എന്തിന്? ഇന്ന് തന്നെ ഞങ്ങളുടെ ധ്യാനകേന്ദ്രത്തിൽ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ടുണ്ട്. ജസ്റ്റ് 25 years old, വർക്കിംഗ് ഇൻ ഇൻഫോസിസ്. ഹീസ് ഫൈറ്റിംഗ് വിത്ത് ക്യാൻസർ. രോഗം വരുന്നവരെ ടോണിയെപ്പോലെ അവനും ദൈവമൊന്നും വേണ്ടായിരുന്നു. നമ്മൾ പാപങ്ങൾ ചെയ്തു കൂട്ടി
അവസാനം ദൈവമേ ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ എനിക്ക് ക്യാൻസർ വരുന്നാണോ നിങ്ങൾ പറയുന്നത്? എന്നല്ല, തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ടോണിയെ ദൈവത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി നേർവഴിക്ക് കൊണ്ടുവരിക എന്നത് എൻ്റെ കടമയാണ്. ചേട്ടൻ്റെ ഹൈറ്റ് എത്രയാ? എന്ത്? നിങ്ങളുടെ പൊക്കം എത്രയാന്ന്? ഒരു ചില്ലും കൂടി പണിയാനാ. നിങ്ങൾ മരിച്ചു കഴിയുമ്പോൾ അതിലോട്ട് വയ്ക്കും. ചേട്ടൻ വെറും പീറ്ററല്ല, സെയിൻറ്റ് പീറ്ററാ. പീറ്റർ പുണ്യാളൻ. ഹലോ, ആടാ നീ എത്തിയാ? ഓ ഞാൻ തീർന്നു. ഓക്കെ പുണ്യാളൻ, ഇവിടെ ഇരുന്ന് നാട്ടുകാരേക്ക് നന്നക്ക്, നമ്മൾ വെറുതെ ഇട്ടേക്ക്. ഗുഡ് ബൈ. ടോണി, കറക്റ്റ് ടൈമിനാണ് നീ എത്തിയത്. എന്തു പറ്റി? മാറണം. കണ്ണ് കാണാത്തൊരു മനുഷ്യനെ ഞാൻ റോഡ് ക്രോസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു. നീ വരുന്നവരെ അയാളുടെ കൂടെ ഇരുന്നപ്പോൾ പ്രൈസ് തലോടെന്നൊക്കെ പറഞ്ഞ ഓരോ ഉപദേശങ്ങൾ തുടങ്ങി. അന്തനാണെങ്കിലും ആക്കിനൊരു കുറവില്ല. അന്തൻ എങ്ങനെയാണോ നാക്കിനുണ്ടാവുന്നത്? കണ്ണല്ല കുറവുണ്ടാവുള്ളൂ. നെക്സ്റ്റ് എന്താ പരിപാടി? നമുക്ക് കുപ്പി അടിച്ച് ഫ്ലാറ്റിലേക്ക് പോവാം. അതിനു മുമ്പ് എനിക്ക് ഒരു സിഗരറ്റ് പിടിക്കണം. ഓഫീസ് ഇറങ്ങുമ്പോൾ വിളിച്ചതാ. അതിന് നീ ഓഫീസിൽ നിന്നിട്ട് ആകെ അരമണിക്കൂറല്ലേ ഉള്ളൂ. അരമണിക്കൂറോ? ദാറ്റ്സ് ടു മച്ച് മാൻ. വാ. Shit. പുണ്യാളൻ, ഇവിടെ ഇരുന്ന് നാട്ടുകാരേക്ക് നന്നക്ക്, നമ്മൾ വെറുതെ ഇട്ടേക്ക്. ഗുഡ് ബൈ. ടോണി, എന്താണ് ബൈ വീക്കെൻഡായിട്ട് വളഞ്ഞുകൂടിയിരിക്കണേ? 2 പെഗ് അടിച്ചിട്ട് വാ. പോയി ചില്ലൗട്ടേ. മാത്രം കണ്ട സംഭവം